ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് എങ്ങനെ ഇപ്പോൾ അതിൽ നിന്നും പുറത്തു വരും എന്നറിയാതെ എല്ലാം സഹിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? കുട്ടിയായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ പിരിഞ്ഞു വന്നേനെ, ഇനിയിപ്പോ അതൊന്നും പറ്റില്ല, എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ, സാരമില്ല, ഞാൻ എന്തും സഹിക്കും എന്ന് വിചാരിച്ച് കടിച്ചു പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളാണോ നിങ്ങൾ? തന്റെ പാർട്ണർ തന്നോട് ചെയ്യുന്ന ഫിസിക്കൽ അബ്യൂസ്, മെന്റൽ അബ്യൂസ്, ഇമോഷണൽ അബ്യൂസ്, നോൺ കൺസെൻഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഒരു തെറ്റാണെന്ന് പോലും തിരിച്ചറിയാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? കല്യാണം കഴിച്ച ആള് ശരിയല്ല എന്ന് പറഞ്ഞ് ഡൈവോഴ്സ് വാങ്ങിയാൽ നാട്ടുകാരുടെ മുന്നിൽ എന്റെ പാരന്റ്സിന്റെ വില പോകില്ലേ എന്ന് വിചാരിച്ച് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന ആളാണോ നിങ്ങൾ? എന്റെ അമ്മയോ അച്ഛനും എപ്പം നോക്കിയാലും വഴക്കാം, എനിക്ക് വീട്ടിൽ പോകാനേ തോന്നാറില്ല, ഇങ്ങനെ വഴക്കിടാനാണെങ്കിലും എന്തിനാ ഇപ്പൊ അവര് കല്യാണം കഴിച്ചത് എന്ന് പാരന്റ്സിനെ ഓർത്ത് ദേഷ്യവും വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അവനാള് ശരിയല്ല എന്ന് അവൾക്കും അറിയാം, എന്നാ പിന്നെ അവൾക്ക് അവനെ ഉപേക്ഷിച്ച് വന്നൂടെ എന്ന് ഒരു റിലേഷൻഷിപ്പിന്റെ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാറുണ്ടോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. ഡൊമസ്റ്റിക് വയലൻസ് കണ്ടു വളർന്ന് പിന്നീട് അതിലൂടെ പോകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയായ കൊലിൻ ഹൂവറിന്റെ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന ഒരു റൊമാന്റിക് ഫിക്ഷൻ നോവലിന്റെ ബുക്ക് സമ്മറി വീഡിയോ ആണ് ഇത്. ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടത് ശരിയാണ്. ഈ വീഡിയോ ഒരു ഫുൾ ബുക്ക് സമ്മറി വീഡിയോ ആയതുകൊണ്ട് തന്നെ ബുക്കിന്റെ സ്പോയിലേഴ്സ് ഉണ്ടാകും. ഇൻ കേസ് സ്പോയിലേഴ്സ് ഇല്ലാത്ത ഒരു ബുക്ക് റിവ്യൂ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ എന്തായാലും സ്പോയിലേഴ്സ് ഉണ്ടാകും. സ്പോയിലേഴ്സോടുകൂടി ഈ ബുക്കിന്റെ സമ്മറി വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്പർ 1, ചിലർക്ക് ബുക്ക് വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും ഇത്ര ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബുക്കിൽ എന്താ ഉള്ളത് എന്നറിയാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവും. നമ്പർ 2, ഡൊമസ്റ്റിക് വയലൻസ് ഓർ ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോകുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നമ്പർ 3, നോൺ ഫിക്ഷൻ ബുക്സ് മാത്രം വായിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ കഥ കേട്ടിട്ട് ഫിക്ഷൻ ബുക്കും ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നാം. ഇതിനൊരു എക്സാമ്പിൾ ആണ് എന്റെ ഹസ്ബൻഡ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസിന്റെ കഥ ഞാൻ പറഞ്ഞ് ആളിപ്പോ ഫിക്ഷൻ ബുക്കും വായിക്കാനായിട്ട് തുടങ്ങി. നമ്പർ 4, ഫോർച്യുനേറ്റ്ലി ഈ പറഞ്ഞ പ്രോബ്ലംസിലൂടെ ഒന്നും പോകേണ്ടി വന്നില്ലെങ്കിലും ഈ കഥ വായിച്ചാൽ കുറെ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇതിലൂടെ പോകുന്ന ആളുകളുടെ POV നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവരോട് കുറച്ചുകൂടി എംപത്തൈസ് ചെയ്യാനായിട്ടും പറ്റും. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് ഐ വാണ്ടഡ് ടു ടേക്ക് ദ സ്റ്റോറി ടു മോർ പീപ്പിൾ. അപ്പൊ നമുക്ക് കഥ കേൾക്കാം അല്ലെ. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന നോവലില് മെയിൻ ആയിട്ട് 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്, ലില്ലി, റൈൽ ആൻഡ് അറ്റ്ലസ്. കഥയുടെ തുടക്കത്തില് ലില്ലി തന്റെ അച്ഛൻ മരിച്ചിട്ട് അതിന്റെ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് ബോസ്റ്റണിൽ എത്തും. എന്നിട്ട് തന്റെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഓപ്പൺ ടെറസ് ഉള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലോട്ട് പോകും. എന്നിട്ട് അവിടെ ഇരുന്ന് ഓരോന്നും ആലോചിച്ചിരിക്കും. അച്ഛന്റെ ഫ്യൂണറൽ കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ നിന്നും പറന്ന് ബോസ്റ്റണിൽ എത്തിയ ലില്ലിക്ക് അച്ഛൻ പോയതിൽ അത്ര വിഷമമൊന്നുമില്ലായിരുന്നു. അച്ഛന് കുറച്ചായിട്ട് ക്യാൻസർ ബാധിച്ചു, അതിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. സാധാരണ സ്വന്തം അച്ഛന് ക്യാൻസർ ആയി എന്നറിയുമ്പോൾ മക്കൾക്ക് സങ്കടമുണ്ടാവും. പക്ഷേ ലില്ലിക്കാണെങ്കിൽ കുറച്ച് മനസമാധാനമായതുപോലെയാണ് ഫീൽ ചെയ്തത്. ആൾക്ക് വയ്യാതായാല് ഇനി തന്റെ അമ്മേനെ ഒന്നും അടിക്കാൻ പോകില്ലല്ലോ എന്ന്. കുട്ടിക്കാലം മുതൽ അച്ഛൻ എപ്പോഴും അമ്മയെ തല്ലുന്നത് കണ്ട് വളർന്ന ലില്ലിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എന്തിനാണ് അമ്മ ഇങ്ങനെ എല്ലാം സഹിച്ച് അച്ഛന്റെ കൂടെ ഇങ്ങനെ കഴിയുന്നത്, അവർക്കൊന്ന് പിരിഞ്ഞൂടെ എന്ന്. ഇനിയിപ്പോ അച്ഛൻ പോയി, അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അമ്മയും അച്ഛനെയും കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ലില്ലി അങ്ങനെ ആ ഓപ്പൺ ടെറസിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ ആ ടെറസിന്റെ ഡോറ് നല്ല ഫോഴ്സിൽ തുറന്നു വരുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ എടുത്തിട്ട് ചവിട്ടുന്നതും എല്ലാം. ഇതാണ് കഥയിലെ നായകന്റെ എൻട്രി. റൈലാണ് അത്ര ദേഷ്യത്തോടെ ടെറസിൽ വന്ന ആള്. റൈല് ഒരു ന്യൂറോ സർജൻ ആണ്. ലില്ലിയും റൈലും അങ്ങനെ ആ ഓപ്പൺ ടെറസിൽ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. രണ്ടുപേരുടെ ദിവസവും അത്ര നന്നായിട്ടല്ല പോയത് എന്ന് മനസ്സിലാക്കി മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ ലില്ലി തന്റെ അച്ഛന്റെ മരണ വാർത്തയും റൈൽ താനിന്ന് ട്രീറ്റ് ചെയ്ത ഒരു പേഷ്യന്റിനെ കുറിച്ചിട്ടും പറയും. അവരുടെ കോൺവെർസേഷൻസ് നേക്കഡ് ട്രൂത്ത് എന്നൊരു ഗെയിം ആയിട്ടാണ് അവർ ചെയ്യുന്നത്. നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേയാള് സത്യം മാത്രമേ പറയാവുള്ളൂ. അങ്ങനെ പോയ അവരുടെ കോൺവെർസേഷൻസിലൂടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. ലില്ലി റിലേഷൻഷിപ്സിനൊക്കെ നല്ല വാല്യൂ കൊടുത്ത് മാരേജ്, കുട്ടികള് അങ്ങനെയുള്ള ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് റയലിനാണെങ്കിൽ ഈ ലവ്, മാരേജ് അങ്ങനെയുള്ള ലൈഫിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ആള് ഈ വൺ നൈറ്റ് സ്റ്റാൻഡ് ഒക്കെ ആയിട്ടാണ് നടക്കാറുള്ളത്. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ട് അവർ അങ്ങ് പോകും. ഈ കഥയിലെ മൂന്നാമത്തെ ക്യാരക്ടറായ അറ്റ്ലസ് ലില്ലിയുടെ ടീനേജ് ടൈമിലെ ബോയ്ഫ്രണ്ട് ആണ്. അവരുടെ പഴയ കഥ ലില്ലിയുടെ ജേർണലിലൂടെയാണ് ഓഥർ പറയുന്നത്. ലില്ലി എലന്റെ TV ഷോ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ 15 വയസ്സുള്ളപ്പോൾ ലില്ലി ജേർണലില് എലന് ലെറ്റേഴ്സ് എഴുതുന്ന പോലെ ആയിട്ടാണ് അറ്റ്ലസിന്റെ കഥ പറയുന്നത്. അറ്റ്ലസ് ഒരു ഹോംലെസ് ഗൈ ആയിരുന്നു. ലില്ലിയുടെ വീട്ടിനടുത്ത് ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടന്നിരുന്ന ഒരു വീട്ടില് ആരും കാണാതെ അറ്റ്ലസ് താമസിക്കും. അത് ലില്ലി ശ്രദ്ധിക്കാൻ തുടങ്ങും. അറ്റ്ലസും താൻ പോകുന്ന സ്കൂളിൽ തന്നെ
തന്നെയാണ് പോകുന്നത് എന്ന് ലില്ലിക്ക് മനസ്സിലാവും. ആ വീട്ടില് വെള്ളവും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാന്ന് ലില്ലിക്ക് അറിയാം. അപ്പോൾ അറ്റ്ലസിന് ഭക്ഷണം ഉണ്ടാവില്ല, ഹീറ്റർ ഇല്ലാതെ തണുപ്പത്ത് എങ്ങനെ ഉറങ്ങും എന്നൊക്കെ വിചാരിച്ച് ഭക്ഷണവും ബ്ലാങ്കറ്റും ഒക്കെ ലില്ലി കൊടുക്കും. തന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി സഹായിച്ച ലില്ലിയെ അറ്റ്ലസിന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ അവര് പതുക്കെ ഫ്രണ്ട്സ് ആകും, ഫ്രണ്ട്ഷിപ്പ് ലവ് ആകും. പക്ഷെ ഒരു ദിവസം അറ്റ്ലസിനെ ലില്ലിയുടെ റൂമിൽ വെച്ചിട്ട് ലില്ലിയുടെ അച്ഛൻ കാണും. എന്നിട്ട് അച്ഛൻ അറ്റ്ലസിനെ ഒരുപാട് തല്ലുകയും പോലീസിനെ വിളിക്കുകയൊക്കെ ചെയ്യും. അതോടെ ലില്ലിയുടെയും അറ്റ്ലസിന്റെയും റിലേഷൻഷിപ്പ് അവിടെ വെച്ച് ബ്രേക്ക് ആവും. അറ്റ്ലസ് മെറൈനിൽ ജോയിൻ ചെയ്യാനായിട്ട് അവിടുന്ന് സ്ഥലം വിടും. ഇതായിരുന്നു ലില്ലിയുടെ ടീനേജ് ടൈമിലെ ലവ്. ബാക്ക് ടു പ്രസന്റിലോട്ട് വരാം. റയലിനെ ആദ്യമായിട്ട് ഓപ്പൺ ടെറസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് 6 മാസങ്ങൾക്ക് ശേഷമാണ് ലില്ലി വീണ്ടും കാണുന്നത്. ബോസ്റ്റണില് ഒരു ഫ്ലോറൽ ഷോപ്പ് ബിസിനസ് തുടങ്ങിയ ലില്ലിക്ക് അലീഷ്യ എന്നൊരു ഹെൽപ്പറിനെ കിട്ടും. ഫ്രീ ആയിട്ടാണെങ്കിലും ജോലി ചെയ്യാം എന്ന് പറഞ്ഞു വന്ന അലീഷ്യ റയലിന്റെ സിസ്റ്റർ ആണെന്നും നല്ല ക്യാഷ് ടീം ആണെന്നും ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നതും എന്നൊക്കെ ലില്ലി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ലില്ലിയും അലീഷ്യയും നല്ല ഫ്രണ്ട്സ് ആകും. ലില്ലിക്കും റയലിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിലും ലവ് മാരേജിനെ കുറിച്ചുള്ള തങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാരണം ലില്ലി റയലിനെ ഇഗ്നോർ ചെയ്തോണ്ടേയിരുന്നു. ബട്ട് റയല് ലില്ലിയെ വിടാതെ പിന്തുടരണം. അവസാനം അവർ തമ്മിൽ ലവ് ആകും. അങ്ങനെ ഇരിക്കുകയാണ് ബോസ്റ്റണിൽ പുതിയൊരു റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട് പറഞ്ഞ് ലില്ലിയുടെ അമ്മ റയല് എല്ലാരും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ലില്ലി അറ്റ്ലസിനെ കാണും. അറ്റ്ലസ് ആണ് ആ റെസ്റ്റോറന്റിന്റെ ഉടമ. റയലിന്റെ കൂടെ ലില്ലിയെ കണ്ടപ്പോൾ അറ്റ്ലസിന് ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അത് പുറത്തൊന്നും കാണിക്കാതെ കുറച്ച് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അറ്റ്ലസ് ഒരു ഹോംലെസ് ഗൈയിൽ നിന്നും ഒരു റെസ്റ്റോറന്റിന്റെ ഉടമ ആയതറിഞ്ഞ് ലില്ലിക്ക് സന്തോഷവും ആവും. അതിനുശേഷം റയലും ലില്ലിയും കൂടി കല്യാണം കഴിക്കും. ആദ്യമൊക്കെ നന്നായി പോയിരുന്ന അവരുടെ മാരീഡ് ലൈഫിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. റയലിന് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ എന്താ ചെയ്യുക എന്ന് അറിയാതെ 2-3 പ്രാവശ്യം ലില്ലിയെ അടിക്കുകയും തള്ളിയിടുകയൊക്കെ ചെയ്തു. ലില്ലി ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു കാര്യമായിരുന്നു. റയലും തന്റെ അച്ഛനെ പോലെ ഒരു അബ്യൂസർ ആണോ എന്നൊക്കെ ലില്ലി ചിന്തിക്കാൻ തുടങ്ങി. റയലിനെ തന്റെ അച്ഛന്റെ കൂടെ കമ്പയർ ചെയ്യാനായിട്ട് ലില്ലിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഫൈറ്റ് കഴിഞ്ഞ് തിരിച്ച് സോറി പറഞ്ഞു വരുന്ന റയലിനെ ലില്ലി ആക്സെപ്റ്റ് ചെയ്യാനായി തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പോൾ താനും തന്റെ അമ്മയെ പോലെ ആകാൻ തുടങ്ങിയോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഫിസിക്കൽ അബ്യൂസിന് ഒരു വിക്ടിം ആകുവാണല്ലോ എന്നൊക്കെ തോന്നിയാലും റയലിനോടുള്ള സ്നേഹം കാരണം ലില്ലി അതെല്ലാം അത്ര കാര്യമാക്കാതെ വിട്ടു. അങ്ങനെ ഇരിക്കെ ലില്ലിയുടെ ജേർണല് ലില്ലി അറിയാതെ റയൽ എടുത്ത് വായിക്കും. അതിലൂടെ അറ്റ്ലസിനെ കുറിച്ചുള്ള ഓർമ്മകൾ ലില്ലി ഇപ്പോഴും തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ റയല് ഫുള്ള് കൺട്രോൾ ഇല്ലാതെ ആകും. ആ ദിവസം ലില്ലിയെ ഒരുപാട് ഉപദ്രവിക്കുകയും റേപ്പ് ചെയ്യാനായിട്ട് ട്രൈയും ചെയ്യും. അതിൽ നിന്ന് ഒരു വഴിക്ക് രക്ഷപ്പെട്ട് ലില്ലി പുറത്തു വരും. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ലില്ലി അറ്റ്ലസിന്റെ ഹെൽപ്പ് ചോദിക്കും. അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ അറ്റ്ലസ് ആണ് ലില്ലിയെ ഫുള്ള് സഹായിക്കുന്നത്. തന്റെ മുറിവുകൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് താൻ പ്രഗ്നന്റ് ആണെന്ന് ലില്ലി അറിയുന്നത്. റയല് ഇതൊന്നും അറിയാതെ താൻ ചെയ്തു പോയ തെറ്റിന് ലില്ലി എന്തായാലും ക്ഷമിക്കാൻ പോകുന്നില്ല, ലില്ലിക്ക് കുറച്ച് സമയവും സ്പേസും ഒക്കെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് തന്റെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിലോട്ട് പോകും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ലില്ലിയെ കാണുമ്പോഴാണ് ലില്ലി പ്രഗ്നന്റ് ആയ കാര്യം റയല് അറിയുന്നത്. പക്ഷെ അപ്പോഴേക്കും അവരുടെ മാരീഡ് ലൈഫിൽ വലിയൊരു വിള്ളൽ തന്നെ വന്നിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റയല് ലില്ലിയോട് ക്ഷമിക്കാനും തന്റെ ലൈഫിലോട്ട് വീണ്ടും തിരിച്ചെടുക്കാനും ഒക്കെ റിക്വസ്റ്റ് ചെയ്യും. ലില്ലി ആണെങ്കിൽ തനിക്ക് തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് സമയം വേണം എന്ന് പറയും. അവരുടെ കുട്ടിയുടെ ലൈഫിൽ ഒരു അച്ഛന്റെ സ്ഥാനം റയലിനെ നിഷേധിക്കാൻ താൻ തയ്യാറല്ല. പക്ഷേ തന്റെ ലൈഫിൽ റയലിന് ഇനി ഒരു സ്ഥാനമുണ്ടോ എന്ന ആ ഒരു തീരുമാനം അതൊരു വലിയ തീരുമാനമാണ്. അതെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം, എന്തായാലും ഡെലിവറി കഴിയട്ടെ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. ഒരു ഹസ്ബൻഡിനെ പോലെ അല്ലെങ്കിൽ ഒരു ടു ബി ഡാഡിനെ പോലെ ലില്ലിയുടെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഡേയ്സിൽ ഫുള്ള് റയല് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യും. ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന ഈ ഒരു ബുക്കിന്റെ ക്ലൈമാക്സ് ബുക്ക് വായിച്ചതിന് ശേഷം മനസ്സിൽ ഇങ്ങനെ കിടക്കും. അത്രയ്ക്ക് സ്ട്രോങ് ആൻഡ് ഇമോഷണൽ ആണ്. അങ്ങനെ ആ ഒരു ദിവസം വരും, ലില്ലി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകും. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ തന്റെ കുഞ്ഞിനെ റയല് കയ്യിലെടുത്ത് പിടിച്ച് താലോലിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കണ്ട ലില്ലിക്ക് റയല് തന്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനാകുമെന്ന് ഉറപ്പാണ്. തന്റെ കുഞ്ഞിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അച്ഛൻ. പക്ഷേ ഫാമിലിയുടെ നല്ലതിന് വേണ്ടിയിട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ പിന്നീട് അത് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലില്ലിയുടെ അച്ഛൻ അമ്മയുമായിട്ട് അടിയുണ്ടാക്കിയാലും ലില്ലിയെ വലിയ കാര്യമായിരുന്നു. അച്ഛനും ലില്ലിയും കൂടി ഒരുമിച്ച് ചിലവഴിച്ച നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. സ്റ്റിൽ അച്ഛനോടുള്ള സ്നേഹത്തെക്കാളും ലില്ലിക്ക് അച്ഛനോട് വെറുപ്പായിരുന്നു. ഞാൻ എന്റെ അച്ഛനെ വെറുക്കുന്ന പോലെ എന്റെ കുഞ്ഞും അവളുടെ അച്ഛനെ വെറുക്കുന്ന ഒരു അവസ്ഥ വരാനായിട്ട് പാടില്ല. എന്റെ ഈ തീരുമാനം അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലോർത്തിട്ട് ലില്ലി റയലിനോട് ഡൈവേഴ്സ് വേണമെന്ന് ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് തന്നെ പറയും. ലൈഫിലെ ഒരു ബെസ്റ്റ് മൊമെന്റിൽ തന്നെ ഡൈവേഴ്സിനെ കുറിച്ചൊന്നും പറയല്ലേ, പ്ലീസ് എനിക്ക് ഒരു ചാൻസ് കൂടി തരൂ എന്നൊക്കെ റയല് ലില്ലിയോട് പറയും. ലില്ലിക്കും ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ലില്ലി റയലിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. റയൽ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കുഞ്ഞ് നിന്റെ അടുത്ത് വന്നിട്ട് ഡാഡി എന്റെ ബോയ് ഫ്രണ്ട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? റയലിന് ഇത് കേട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ലില്ലി തന്റെ ചോദ്യങ്ങൾ തുടർന്നു. ഡാഡി, എന്റെ ഹസ്ബൻഡ് എന്നെ സ്റ്റേഴ്സിൽ നിന്നും തള്ളിയിട്ടു, എന്നിട്ട് അതൊരു ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യുക എന്ന് മകള് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും റയൽ? ഇൻ കേസ് മകള് നിന്റെ അടുത്ത് വന്നിട്ട്
എന്റെ ഹസ്ബൻഡ് എന്നെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഞാൻ കെഞ്ചി പറഞ്ഞപ്പോൾ അവൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇതുപോലെ ആവർത്തിക്കില്ല എന്നൊക്കെ എന്റെ ഹസ്ബൻഡ് പറയുന്നു. ഞാൻ എന്താ ചെയ്യാ ഡാഡി എന്ന് നമ്മുടെ മകള് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തായിരിക്കും പറയുന്നത്? തന്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് കാരണം ലില്ലിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ ഓർത്ത് റൈലിന് സങ്കടം വന്നു. പക്ഷേ ലില്ലിയുടെ ചോദ്യങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ റൈല് റിപ്ലൈ കൊടുത്തു. ഞാൻ എന്റെ മകളോട് അവളുടെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് വരാനായി പറയും. എത്ര തന്നെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഡോണ്ട് ഗോ ബാക്ക്, ഷീ ഈസ് വർത്ത് സോ മച്ച് മോർ എന്ന് പറഞ്ഞ് കണ്ണീരോടെ കുഞ്ഞിനെ ലില്ലിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് റൈല് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകും. ലില്ലി തന്റെ കുഞ്ഞിനെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കും, ഞാൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു ലൈഫ് എന്റെ കുട്ടിക്ക് എനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അവൾക്ക് 2 പാരന്റ്സിന്റെയും കൂടെ ഒരുമിച്ച് വളരാനായിട്ട് പറ്റില്ല. പക്ഷേ ഞാൻ വളർന്നതുപോലെ അവളും വളരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ട് വളർന്ന് അവൾ ഒരു പോയിന്റില് അച്ഛനാണെന്ന് പോലും നോക്കാതെ വെറുക്കാനായിട്ട് തുടങ്ങും. എത്ര നല്ല കാര്യങ്ങള് റൈൽ അവൾക്ക് വേണ്ടി ചെയ്താലും അമ്മയുടെ അടുത്ത് റോങ് ആയിട്ട് പെരുമാറുന്ന കുറച്ച് മൊമെന്റ്സ് മതി അതെല്ലാം മറന്നിട്ട് അവൾക്ക് അച്ഛനെ വെറുക്കാൻ. എന്റെ എക്സ്പീരിയൻസിലൂടെ എനിക്കത് മനസ്സിലാകും. ഇത് ഒരു സൈക്കിളാണ്, ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സൈക്കിൾ. എന്റെ അമ്മയ്ക്ക് അതിലൂടെ പോകേണ്ടി വന്നു, എനിക്കും അതിലൂടെ പോകേണ്ടി വന്നു. എന്റെ മകൾക്കും അതിലൂടെ പോകേണ്ടി വരാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രോമിസ് ചെയ്യും വിധം മകളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ലില്ലി പറയും, ഇറ്റ് സ്റ്റോപ്സ് ഹിയർ വിത്ത് മീ ആൻഡ് യു, ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ ഒരു ക്ലൈമാക്സ് ചാപ്റ്റർ ഞാൻ എപ്പോൾ എടുത്ത് വായിച്ചാലും മനസ്സിൽ ഇങ്ങനെ വല്ലാതെ കുത്തും. അത്ര ഇമോഷണൽ ആയിട്ടും സ്ട്രോങ് ആയിട്ടുമാണ് ഓഥർ എഴുതിയിട്ടുള്ളത്. ഫിക്ഷൻ ബുക്സ് വായിക്കുമ്പോൾ പല സിറ്റുവേഷൻസിലൂടെ പോകുന്ന ആളുകളുടെ ലൈഫ്, അവർ ഗോ ത്രൂ ചെയ്യുന്ന മെന്റൽ സ്ട്രഗിൾസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ പോകുന്നവരുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ട് എനിക്ക് നല്ലപോലെ മനസ്സിലാക്കി തന്ന ഒരു ബുക്കാണിത്. കുട്ടികളുടെ നല്ലതിന് എന്ന് പറഞ്ഞ് ഒരുപാട് പേരും ഇഷ്ടമില്ലാത്തതും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പും തുടർന്നുകൊണ്ട് പോകും. പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടാറുണ്ടോ? എപ്പോഴും വഴക്കിടുന്ന അച്ഛന്റെ അമ്മയുടെയും കൂടെ വളരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അച്ഛന് ക്യാൻസർ വന്നപ്പോൾ ഇനി അമ്മയെ തല്ലാനായിട്ട് ആരോഗ്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാലോചിച്ച് സമാധാനിച്ച ലില്ലിയെ പോലെ എത്ര കുട്ടികൾ ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടും. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സംശയരോഗം, അങ്ങനെ എന്ത് തന്നെ ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടായാലും അത് ഒരിക്കലും പാർട്ട്ണറിന്റെ അടുത്ത് എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. അബ്യൂസ് ഇസ് അബ്യൂസ്. അത് ഫിസിക്കൽ തന്നെ ആകണമെന്നില്ല, മെന്റലിയും ഇമോഷണലിയും അബ്യൂസ് ചെയ്താലും ഇറ്റ് ഇസ് ആൻ അബ്യൂസ്. ടോക്സിക് റിലേഷൻഷിപ്പിനെ തിരിച്ചറിയുക ആൻഡ് ഡോണ്ട് ഫീൽ ബാഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. സേ നോ ടു ഡൊമസ്റ്റിക് അബ്യൂസ്. ഇറ്റ് എൻഡ്സ് വിത്ത് അസിന്റെ ഈ ഫുൾ ബുക്ക് സമ്മറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കഥയൊക്കെ കേട്ടിട്ട് ഈ ബുക്ക് വായിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, ധൈര്യത്തോടെ വായിക്കുക. കഥ അറിഞ്ഞിട്ട് വായിച്ചാലും എല്ലാ ഇമോഷൻസും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ലാസ്റ്റ് ഇയർ ആണ് ഈ ബുക്ക് ഓഡിയോ ബുക്കായിട്ട് കേട്ടത്. അപ്പൊ മുതൽ ഈ കഥ എന്റെ മനസ്സിലുണ്ട്. ബട്ട് സമ്മറി വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടി ബുക്ക് എടുത്ത് വായിച്ചു. സ്റ്റിൽ ഐ ഫെൽറ്റ് ഇറ്റ് ഫ്രഷ്. ബുക്ക് വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക. ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ധാരാളം ബുക്സ് വായിക്കുക, ബിക്കോസ് ബുക്സ് ആർ മാജിക്കൽ. സോ കീപ് ഓൺ റീഡിംഗ്. ബൈ.